നമുക്ക് ഇപ്പോൾ യു എസ് എ കൂടെ ഓടിക്കാൻ ഏകദേശം നമുക്ക് കാനഡയിൽ ഓടിക്കുന്ന അതേ ഒരു ഫീലൊക്കെ തന്നെ ഉള്ളൂ. ആകെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മൈൽസ് ആയതുകൊണ്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് എന്താ വണ്ടിയിൽ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അത് മാത്രമേ നമുക്ക് വണ്ടി യു എസിൽ ഓടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി യു എസിലൂടെ ഓടിക്കാൻ. ഇനീഷ്യലി നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വേറെ രാജ്യത്ത് ഓടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പേടി ഉണ്ടാവും. പക്ഷേ നമ്മളൊന്ന് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് സെറ്റാവും. പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ സ്പീഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ 401 ഹൈവേയിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ അതുപോലെ ഇവിടെ ഓടിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. യു ടേൺ എടുക്കാനാണെങ്കിലും അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതല്ലാണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഹൈവേയിലോട്ട് കയറുക, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ എന്തായാലും 401 ഹൈവേയിലോട്ട് കയറുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സിമിലറാണ്. നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങ് പോകാവുന്നേ ഉള്ളൂ. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ആരാണെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി വേറൊരു രാജ്യത്തും നമ്മൾക്ക് ശീലമുള്ള ഒരു രാജ്യത്തും നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ശ്രദ്ധ കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് യു എസിലൂടെ വണ്ടി ഓടിക്കാൻ അങ്ങനെ വലിയ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് നിയമങ്ങളൊക്കെ ഒരേപോലൊക്കെ തന്നെയാണ്. ആൾക്കാരൊക്കെ ഒബ്വിയസ്ലി നമ്മളൊരു കനേഡിയൻ അല്ലെങ്കിൽ ഒൻറ്റാരിയോ നമ്പർ പ്ലേറ്റ് കാണുന്ന സമയത്ത് ഒരു കൗതുകത്തോടെ നോക്കുക എന്നല്ല, അവർക്ക് അതിനോടുള്ളൊരു മനോഭാവം തന്നെ വേറെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഓടിക്കുന്നതിന് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും നമ്മൾ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മനോഭാവം ഇവിടുത്തെ, അതായത് യു എസ് വന്ന് ഓടിക്കുന്ന സമയത്തും ഉണ്ടാവും. അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഓടിക്കാൻ സേഫൊക്കെ തന്നെയാണ്. നമ്മൾ അത്യാവശ്യം നമ്മൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, സ്പീഡ് ലിമിറ്റും ശ്രദ്ധിച്ച്, ഇപ്പോൾ ഒരു 55 മൈൽസൊക്കെ കാണുവാണെങ്കിൽ ഒരു 60 വരെയൊക്കെ ഓടിച്ച് നമ്മളൊരു മര്യാദയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇങ്ങോട്ട് വന്ന് കയറത്തില്ല. ഒരു മര്യാദയിലെല്ലാം പോകണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇവിടെ പറയാനാണെങ്കിൽ. വേറെ എന്താ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളിപ്പോൾ കനാൽ സൈഡിൽ നിന്ന് റോച്ചസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് ഓൾമോസ്റ്റ് ഒരു 110 കിലോമീറ്റേഴ്സ് ഉണ്ട് മൊത്തത്തിൽ. പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. ഈ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. മൊത്തത്തിൽ മൊത്തത്തിലൊരു കൺട്രി വൈബാണ് നമ്മൾ ഈ റോഡ് പിടിച്ചു പോവുകയാണെങ്കിൽ. നമുക്ക് പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പച്ചപ്പായി തുടങ്ങി. പക്ഷെ അതല്ലാണ്ട് പ്രത്യേകിച്ച് കൂടുതൽ കാണാനോ അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനോ പറ്റുന്നൊരു ടെറൈനൊന്നുമല്ല. നമ്മളെന്തായാലും നോക്കട്ടെ. നമ്മളൊരു 57 കിലോമീറ്റർ, ഒരു 57 കിലോമീറ്റർ 42 മിനിറ്റും കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ ഇതുവരെയായിട്ടും റോച്ചസ്റ്റർ പോയിട്ടില്ല, ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്നിട്ട് ഞാൻ ബാക്കി എന്തായാലും എക്സ്പീരിയൻസ് പറയാം. ഗ്യാസ് എനിക്ക് തോന്നുന്നു നയാഗ്ര ആ ഒരു റീജിയണിൽ നിന്ന് തന്നെ അടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അവിടെ എനിക്ക് കുറച്ചും കൂടെ ചീപ്പറായിട്ട് കിട്ടി. എനിക്ക് 2.85 കിട്ടി. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കൂടുതലൊരു $3 ആയി. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും $3, $2.90 അതിന് എബോ ആ ഒരു റേറ്റിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ടാ കുറച്ചും കൂടെ ചീപ്പർന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഗ്യാസ് അടിക്കുമ്പോൾ എപ്പോഴും നയാഗ്ര ആ അടുത്തുള്ള ആ പമ്പിൽ നിന്ന് തന്നെ അടിക്കുന്നതായിരിക്കും നല്ലത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയും ഒരു 34 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ കനാൽ സൈഡിൽ നിന്ന് ഈ റോച്ചസ്റ്റർ വഴിയിലേക്ക് വരുമ്പോൾ കടകളൊക്കെ വളരെ കുറവാണ്. ഈ തീരെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. നല്ലൊരു സിറ്റിയൊക്കെ കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വഴി വന്നിട്ട് ഒരു സിറ്റി കണ്ടു. അവിടെയാണ് എനിക്ക് ഡോമിനോസും അത്യാവശ്യം ടിം ഹോട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത്. അതല്ലാണ്ട് ഈ റോഡിൽ വേറെ ഷോപ്സ് ഒന്നുമില്ല. അപ്പോൾ ഇനി ആരെങ്കിലും ഈ വഴി വരുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം.
അതുപോലെ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ വാഷ്റൂം കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഏരിയ വരുമ്പോൾ. കടകൾ പൊതുവെ കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു പബ്ലിക് വാഷ്റൂം എന്നൊന്നും പറയാൻ ഞാൻ ഈ ഒരു ഏരിയയിൽ കണ്ടില്ല. കാനഡേൻ്റെ അത്രയൊന്നും ഞാൻ ഈ ഏരിയയിലോട്ടൊന്നും അങ്ങനെ നമുക്ക് റെസ്റ്റ് റൂമോ അല്ലെങ്കിൽ ഒരു ഓൺ റൂട്ട് പോലത്തെ ഒരു സെറ്റപ്പോ അങ്ങനെയൊന്നും ഈ ഒരു ഭാഗത്തേക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ റോച്ചസ്റ്റർ എത്തി. നമ്മളിവിടെ ആദ്യം ഹൈഫാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ഒരു വാട്ടർഫോൾസാണ്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമുക്ക് പാർക്കിംഗ് സ്പോട്ടുണ്ട്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു നടന്നു വരാനുള്ളൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കിടുക്കനൊരു വാട്ടർഫോൾസ് ഇത്. നമ്മൾ നയഗ്രയൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഒരു ഭംഗിയൊന്നുമില്ല. എന്നിരുന്നാലും വാട്ടർഫോൾസ് നല്ല കിടുക്കൻ ഒരു സാധനമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തന്നെ ഒരു വാട്ടർഫോൾസാണ്. നമുക്ക് അവിടുത്തെ വെള്ളം നമുക്ക് ഇവിടം വരെ ശരിക്കും തെറിക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട് ഇവിടെ. ഇത് നമുക്ക് അത്യാവശ്യം ഒരു ട്രെയിൽ പോലെ നമുക്ക് അത്യാവശ്യം നടക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് സീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇതിലെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലെ നേരെ മുകളിലോട്ട് നടക്കാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന ഈ വഴി കൂടെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം അവിടെ 3-4 സീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല, അവിടെ ആൾക്കാർ കിടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. അടിപൊളി വ്യൂ ആണ് ഇവിടെ. നമുക്കിതൊരു ട്രെയിലാണ്. നമ്മളെന്തായാലും ഇതിൽ നമുക്ക് കുറച്ച് അങ്ങ് പോകാൻ പറ്റും. നമ്മളെന്തായാലും ഒന്ന് പോയി നോക്കുന്നുണ്ട്. ഫയർഫോഴ്സ് പോകുന്നതാണ് കേട്ടത്. നമുക്കിവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മൾ ആ പാർക്കിൻ്റെ അതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ട്രെയിലുണ്ട്. ട്രെയിലിൽ നമുക്കിങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം സീറ്റ്സൊക്കെ കാണാൻ പറ്റും. നമുക്കിവിടെ സൺബാത്തൊക്കെ ചെയ്യണമെങ്കിൽ ഇരിക്കാൻ പറ്റിയ കുറച്ച് സീറ്റ്സ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ബ്രൂവറി അല്ലെങ്കിൽ എന്താ ബ്രൂ ഹൗസ് കാണാം. ജെനസിസ് ബിയർ എന്ന് പറഞ്ഞൊരു സാധനം. ഇതിവിടെ അത്യാവശ്യം ഫേമസ് ആയൊരു ബ്രൂ ഹൗസാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഇവിടെ. വണ്ടിയൊക്കെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ പാർക്കിങ്ങിലോട്ട് ഓൾമോസ്റ്റ് ഫുള്ളാണ്. അത്രയും ഇതുണ്ട്. നമ്മളിപ്പോൾ ഈ വാട്ടർഫോൾസിലേക്ക് വരുവാണെങ്കിൽ വാട്ടർഫോൾസിലേക്ക് നമുക്ക് ഈ ബ്രൂ ഹൗസിൻ്റെ ഈ സൈഡിൽ കൂടെയും എൻട്രൻസ് ഉണ്ട്. ഇവിടെ അധികം ആൾക്കാരില്ല. എങ്ങനെ അധികം വിസിറ്റേഴ്സൊന്നുമില്ല. വിസിറ്റേഴ്സൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ, നമ്മൾ ആ ട്രെയിൽ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് കിട്ടും. ഈ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി, ഒരു നല്ല വ്യൂ ആണ്. വെള്ളം ക്ലിയർ ഒന്നും അല്ല, പക്ഷെ അതിൻ്റെ നല്ലൊരു ഭംഗിയുണ്ട്. നമുക്കിതൊരു എന്താ പറയുക, ഇത് ഹോഴ്സ്ഷൂ ഷേപ്പിലാണ്. നമ്മുടെ നയഗ്രയൊക്കെ ഹോഴ്സ്ഷൂ ഷേപ്പിലാണ് വരുന്നത്. അതുപോലെ ഒരു ഹോഴ്സ്ഷൂ ഷേപ്പിലാണ് ഈ വാട്ടർഫോൾസും വരുന്നത്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇരിക്കാനും എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പർ സൈഡിലേക്ക് വരുമ്പോൾ അപ്പർ സൈഡാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് ഇവിടെ. ഇപ്പം നമ്മളിതാ ഇവിടെ നിന്നാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ ഒരു സ്പേസാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരുന്നോ അല്ലെങ്കിൽ സൺബാത്ത് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. നല്ല കാറ്റാണ് ഇവിടെ.
ഇവിടെ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. റോച്ചസ്റ്റർ ഈ ഭാഗത്തേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ, വിസിറ്റിന് വരുന്നുണ്ട്, ഇതൊരു മസ്റ്റ് വാച്ച് ആണ്. എനിക്കൊന്ന് മഴയൊക്കെ 2 ദിവസമായിട്ട് മഴയുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കലങ്ങിയ വെള്ളമാണ് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാൻ. ഇതിൻ്റെ സിറ്റീൻ്റെ വ്യൂ ആണെങ്കിലും, സിറ്റി വ്യൂ നമുക്ക് ഇവിടുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. രാത്രിയാകുമ്പോൾ ഫോൾസിന് ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മൊത്തത്തിൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ സത്യം പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഓപ്പോസിറ്റ് വരുമ്പോഴാണെങ്കിലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടുക്കനൊരു വ്യൂ ആണ്. ഇവിടെ ആൾക്കാർ, വിസിറ്റേഴ്സ് എന്ന് പറയാൻ അധികം ആൾക്കാരൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. ഒരു 10 പേരൊക്കെ മാക്സിമം ഉള്ളൂ. ചിലപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു വെള്ളിയാഴ്ച, അതുകൊണ്ടായിരിക്കണം. പക്ഷേ അല്ലാണ്ട് ഇവിടെ അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ക്വയറ്റായിട്ട് വന്ന് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു എന്താ പറയുക, ഒരു സ്പോട്ടാണിത്. ഞാൻ ഈ വാട്ടർഫോൾസിൻ്റെ ഞാൻ എന്തായാലും ഇതിൻ്റെ മാപ്പിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആരെങ്കിലും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇത് കാണണം. ഇത് ഞാൻ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വന്നതിൽ വെച്ച്, റോച്ചസ്റ്റർ ഭാഗത്തേക്ക് വന്നതിൽ വെച്ച് കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു എന്താ പറയുക കാഴ്ച എന്നൊക്കെ പറയാൻ ഈ ഒരു ഫോൾസാണ്. കാര്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ ഒന്നും നമുക്കൊന്നൊരു വാവ് ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. നമുക്കെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതൊക്കെ തന്നെ. ഹോളിലാൻഡ് ലാക്ക് 2 ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക്. ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറ. 60 വ്യൂ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ താഴേക്ക് നമുക്ക് ആക്സസ് ഇല്ല. നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ കൂടെ നമുക്കിത് കാണാനുള്ളൊരു ഇത് മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരിക്കലും ഇതിൻ്റെ താഴോട്ട് പോകാൻ പറ്റും. നമുക്ക് അതിലൊരു വഴിയുണ്ട്. പക്ഷെ അതവിടെ മെയിൻ്റനൻസ് കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ വിസിറ്റേഴ്സിന് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഭാവിയിൽ അത് കൊടുക്കുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും കറൻ്റ്ലി അത് ഓപ്പൺ അല്ല. അവിടെ നമുക്ക് കാണാം, നമുക്ക് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം മിക്കവാറും ചിലപ്പോൾ ഒരു അടുത്ത സീസണോടുകൂടിയൊക്കെ ചിലപ്പോൾ നമുക്കതൊരു ഓപ്പൺ ആക്കി കിട്ടും. നമ്മളിപ്പോൾ റോച്ചസ്റ്ററിൽ തന്നെ ഒരു റിവർ പാസേജ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ വന്നതാണ്. ഇവിടെ ഒരു ജെനിസിസ് എന്ന് പറഞ്ഞൊരു റിവർ ഉണ്ട്. നമ്മളിപ്പോൾ ഈ സൈഡിലേക്ക്, ഈ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു പബ്ലിക് ലൈബ്രറിയാണ്. പബ്ലിക് ലൈബ്രറീൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെനിസിസ് റിവർ കാണാം. ഇവിടെ ഒരു വ്യൂവിങ് ഡെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ സമ്മർ ആയതിൻ്റെ പേരിൽ ഇനി മൊത്തം കൺസ്ട്രക്ഷൻ ആയിരിക്കും. നമുക്കിതിൻ്റെ നൈറ്റ് വ്യൂ ആയിരിക്കും കുറച്ചും കൂടെ, ഇതിപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ കിട്ടണം. ലൈറ്റ് ഈ പ്രദേശം മുഴുവൻ ലൈറ്റപ്പ് ആയി കഴിയുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ആംബിയൻസ് തന്നെ മാറും. നമുക്ക് താഴെ കുറെ തടിയും കാര്യങ്ങളൊക്കെ ഒഴുകി വന്ന് വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ പൈപ്പ് ലൈനിന് ഇതിന്റെ അടിയിൽ കൂടെ നമുക്ക് ഒരു പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പൈപ്പ് ലൈനിന്റെ സൈഡിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആൾക്കാര് മിക്കവാറും ഹോംലെസ്സുകളായിരിക്കും. അവരവരുടെ കലാവിരുത് അവിടെ കാണിച്ചു വെച്ചേക്ക് നമുക്ക് കാണാം. ഇതെല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളെ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും, കാനഡ എന്നല്ല ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റും. ഇങ്ങനത്തെ കുറെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത്.
നമ്മളിപ്പോ ഉണ്ടായിരുന്ന ആ വ്യൂ ഡെക്കിന്റെ അവിടെയാണ്. നമ്മളിപ്പോ അവിടുന്ന് ആ മേളില് പാലത്തേലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ പാലത്തേലേക്ക് കയറുമ്പോൾ ഈ സിറ്റിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. റോച്ചസ്റ്റർ സിറ്റിന്റെ ഒരു ബ്യൂട്ടി. അതുപോലെ നമ്മള് ഇതിന്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. റോച്ചസ്റ്റർ ഹെറിറ്റേജ് ട്രെയില്, നമ്മൾ ഈ മൊത്തത്തിലുള്ള ഏരിയക്ക് റോച്ചസ്റ്റർ ഹെറിറ്റേജ് ട്രെയിൽ എന്നാ പറയുന്നത്. മൊത്തത്തിൽ ഈ സ്ഥലത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അപാര ബ്യൂട്ടിയാണ്. നമ്മൾ ഈ രാത്രിയും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൊത്തം ലൈറ്റപ്പും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഈ സ്ഥലം അടിപൊളിയായിരിക്കും. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ വിഷ്വൽസും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ എന്തായാലും ഈ ഒരു എന്താ പറയുക, റോച്ചസ്റ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും നടന്ന് ഈ സ്ഥലങ്ങൾ കണ്ട് ഇതിൻ്റെ നൈറ്റ് ലൈഫ് ആസ്വദിച്ച്, ഇതിനോട് എന്താ പറയുക ചേർന്ന് കുറച്ച് അധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതപ്പോൾ ട്രൈ ചെയ്യുക. നൈറ്റ് ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് എന്താ പറയുക കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കല്ലുകൾ കൊണ്ട് പണിത അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്തൊരു സിറ്റി പ്ലാനിങ്ങിൻ്റെയും അല്ലെങ്കിൽ ടൂറിസം പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഒരു കുറവ് കാരണം അത് പലപ്പോഴും ആൾക്കാരിലേക്ക് എത്തുന്നില്ല. ഇതിവിടുത്തെ ഒരു പബ്ലിക് ലൈബ്രറിയാണ്. ഇതുപോലും എത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളെന്തായാലും ഇവിടുന്ന് ഇനി കുറച്ച് നടന്ന് ഈ സിറ്റിയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മൾ റോച്ചസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക, വണ്ടി പാർക്ക് ചെയ്യുക. വണ്ടിക്കാണ് വരുന്നതെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സ്ട്രീറ്റ് നടന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഒരുപാട് നടന്ന് കാണാൻ ഇവിടെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. എല്ലാം ചെറിയ ചെറിയ എന്താ പറയുക, ഇതേപോലത്തെ സ്റ്റാച്യൂസും അതുപോലെ പാർക്സും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആണ്. പെർ അവറിന് നമുക്ക് ഇവിടെ പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പം മൊത്തം ഇത് നടന്ന് കാണുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവിടെ സൈക്കിൾ വരുന്നുണ്ട്. അതുപോലെ ഇതുപോലത്തെ ഇലക്ട്രിക് എന്താ പറയുക സൈക്കിൾ, കൈൻഡ് ഓഫ് സൈക്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറിയിരുന്ന ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് QR കോഡാണ്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൻ്റെ ഇത് ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമ്മൾ അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ സിറ്റിയിൽ കൂടെ നമുക്ക് നടക്കാതെ തന്നെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഈ സിറ്റി അധികം ഭയങ്കര തിരക്കുള്ള സിറ്റി ഒന്നുമല്ല. നമുക്ക് അത്യാവശ്യം എന്താ ഒരു മനസ്സമാധാനത്തോടെ ഇങ്ങനെ നടന്നു പോകാനും അത്യാവശ്യം നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ പറ്റും. അതുപോലെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട്. ഹയത്ത് അടക്കം എല്ലാ ഹോട്ടൽസും ഇവിടെ ഉണ്ട്. ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു Airbnb എന്തെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ ഒരു $100 അത്യാവശ്യം നല്ലൊരു നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടും. അതായിരിക്കും നല്ലത്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 7 മണിയായി. പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ സ്ഥലം എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ രാത്രി 7 മണിയായി. എന്നാൽ പോലും നമുക്കിവിടെ മൊത്തം വെട്ടം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം സാധനങ്ങൾ മൊത്തം കാണാനും സിറ്റി നമുക്ക് ഫുള്ളായിട്ട് ലൈറ്റിൽ കവർ ചെയ്യാൻ പറ്റും. രാത്രി ഇതിൻ്റെ വേറെ തന്നെ ഒരു വ്യൂ ആണ്. ഇപ്പം നമ്മൾ ഈ നടന്നു വന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഈ സിറ്റി പ്ലാൻ എങ്ങനെ ഈ സിറ്റി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് സത്യം പറഞ്ഞ ഒരു ചർച്ചാണ്. ഇതൊരു പഴയ ഒരു ചർച്ച. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക കളർ ടോണും എല്ലാം കൊണ്ടും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമുക്ക് വണ്ടറായിപ്പോൾ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു പാർക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് റോച്ചസ്റ്റർ സെൻട്രൽ സിറ്റിയിലാണുള്ളത്. നമ്മുടെ
ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ജനീവ തിയേറ്റർ എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ തിയേറ്റർ പോലത്തെ ഇവിടുത്തെ പ്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സെൻറ്ററാണിത്. നമ്മളിവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാർക്സും, ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർക്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റോച്ചസ്റ്റർ അങ്ങനെ വലിയൊരു സിറ്റി ഒന്നുമല്ല, പക്ഷേ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഒരു കുഞ്ഞ് സിറ്റിയാണിത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കാണാനും ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സിറ്റിയാണ് റോച്ചസ്റ്റർ. നമുക്കിവിടെ മെയിനായിട്ട് കുറച്ചൊരു വാട്ടർഫോൾസ് വരുന്നുണ്ട്, പിന്നെ ഒരു റിവർ വരുന്നുണ്ട്. അതുപോലെ ഈ സിറ്റീൻ്റെ ഒരു വ്യൂ ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ സിറ്റി പ്ലാനിങ്ങും പിന്നെ ഇവിടുത്തെ പാർക്സും പിന്നെ ഇതിൻ്റെ ഒരു ക്വയറ്റ്നെസ്സും ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഈ റോച്ചസ്റ്ററിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. ഈ സിറ്റീൻ്റെ വ്യൂ എത്രത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ മൊത്തം സിറ്റി കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ക്വയറ്റാണ്. അതിന് ആൾത്തിരക്കോ അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ബിസി സിറ്റി ഒന്നുമല്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ക്വയറ്റാണ്, പീസ്ഫുള്ളാണ്. അതുപോലെ ഞാനിവിടെ അധികം ഇന്ത്യക്കാരെയോ ആരെയും ഞാൻ കണ്ടൊന്നുമില്ല. നമ്മൾ വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ ഇന്ത്യക്കാരെയൊക്കെ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ കൂടുതൽ എന്താ പറയുക, പാർക്കുകളും അതുപോലെ ഇതുപോലെയുള്ള സ്റ്റാച്യൂകളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊത്തം സിറ്റി എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ പാർക്കുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. അതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടും കാര്യമില്ല, അത് നമ്മളിപ്പോൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്കാണേലും വരുന്നൊരു ഫ്യൂച്ചർ ജനറേഷൻ ആണെങ്കിലും അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.